ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ഭാരതം ആധ്യാത്മികതയുടെ നാട്. എന്നാൽ 1947 ഓഗസ്റ്റ് 15 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ മഹാരാജ്യം രണ്ടായി കീറിമുറിക്കപ്പെട്ടിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനും. ഇതിന് കാരണമായ ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള വർഗീയ ലഹളകൾ എങ്ങനെയുണ്ടായി? ക്രിസ്തുവിന് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയുടെ വടക്കു പടിഞ്ഞാറുള്ള കുരുക്ഷേത്ര സമതലത്തിൽ നടന്ന ഭയങ്കരമായ ആഭ്യന്തര കൂട്ടക്കൊലയെയാണ് മഹാഭാരതം എന്ന ഹിന്ദുമതത്തിൻ്റെ മഹത്തായ ഇതിഹാസകാവ്യം വാഴ്ത്തുന്നത്. ഈ ഉപഭൂഖണ്ഡത്തിൽ അധിവസിച്ചിരുന്ന അർദ്ധപ്രാകൃതരായ ദ്രാവിഡരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കാൻ വടക്കു നിന്നും ഇറങ്ങി വന്ന ഇന്തോ യൂറോപ്യൻ സംഘങ്ങളാണ് ഇന്ത്യയിലേക്ക് ഹിന്ദുമതം കൊണ്ടുവന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിന്ധു നദിയുടെ കരയിൽ ഇരുന്നു കൊണ്ട് ഋഷിമാർ പരിശുദ്ധ വേദങ്ങൾ എഴുതി. വളരെക്കാലത്തിനു ശേഷം മഹത്തായ ഗംഗാസമതലത്തിൽ ഹിന്ദുക്കൾക്കുള്ള പിടി ദുർബലമാക്കുന്നതിനു വേണ്ടി ജംഗിസ് ഖാൻ്റെയും ഠാമർ ലൈനിൻ്റെയും സേനാവിഭാഗങ്ങൾ കൈബർ ചുരം വഴി അടിച്ചു തകർത്ത് ഇറങ്ങി വന്നതിന് ശേഷമാണ് പ്രവാചകൻ്റെ മതം ഇവിടെ എത്തിയത്. 2 നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങളായ മുഗൾ ചക്രവർത്തിമാർ തങ്ങളുടെ ആഡംബരപൂർവവും ആർക്കും വഴങ്ങാത്തതുമായ ഭരണം ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശത്തു നടത്തി. സൈനിക മുന്നേറ്റത്തോടൊപ്പം അവർ ഏകനും ദയാപരനുമായ അല്ലാഹുവിൻ്റെ സന്ദേശം പരത്തുകയും ചെയ്തു. അങ്ങനെ ഈ ഉപഭൂഖണ്ഡത്തിൽ നട്ടുവളർത്തപ്പെട്ട 2 മഹാമതങ്ങൾ മനുഷ്യൻ്റെ വിശ്വാസ സംഹിതകൾ തേടിയുള്ള ശാശ്വത അന്വേഷണത്തിൽ കണ്ടെത്താവുന്നവയിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തങ്ങളായിരുന്നു. പ്രവാചകനായ ഒരു വ്യക്തിയിലും ഖുറാൻ എന്ന ഏകഗ്രന്ഥത്തിലും ഇസ്ലാം ഊന്നി നിന്നു. ഹിന്ദുമതമാവട്ടെ ഒരു സ്ഥാപകനോ ആരെങ്കിലും തുറന്നു കാട്ടിയ സത്യവിശ്വാസമോ പ്രത്യേക സിദ്ധാന്തമോ ചട്ടക്കൂടിനകത്തു നിൽക്കുന്ന ആരാധനക്രമമോ പള്ളിക്ക് സമാനമായ സ്ഥാപനമോ ഇല്ലാത്ത ഒന്നായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവ് തൻ്റെ സൃഷ്ടിയിൽ നിന്നും വേറിട്ട് അവൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ കൽപ്പനകൾ നൽകിക്കൊണ്ടും അതിനു മേധാവിത്വം നൽകിക്കൊണ്ടും വർത്തിച്ചു. ഹിന്ദുവിനാകട്ടെ സൃഷ്ടാവും സൃഷ്ടിയും ഏകവും അവിഭാജ്യവുമാണ്. ദൈവം പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യധാരയാണ്. അതിൻ്റെ പ്രഭാവം അനന്തമത്രേ. ഇതിൻ്റെ ഫലമായി ഹിന്ദു തനിക്കിഷ്ടമുള്ള ഏതു രൂപത്തിലും ദൈവത്തെ പൂജിച്ചു. മനുഷ്യനായിട്ട്, പൂർവികന്മാരായിട്ട്, ഋഷികളായിട്ട്, ഭൂതങ്ങളായിട്ട്, പ്രകൃതി ശക്തികളായിട്ട്, ദിവ്യ അവതാരങ്ങളായിട്ട്, അമൂർത്ത ശക്തിയായിട്ട്, എന്തിലും, പാമ്പിൽ, ലിംഗത്തിൽ, വെള്ളത്തിൽ, തീയിൽ, ഗ്രഹങ്ങളിൽ, നക്ഷത്രങ്ങളിൽ എല്ലാം ദൈവത്തെ കണ്ടെത്താൻ അവന് കഴിഞ്ഞു. നേരെ മറിച്ച് മുസൽമാന് ഒരൊറ്റ ദൈവമേയുള്ളൂ, അള്ളാഹു. എന്തെങ്കിലും ആകൃതിയിലോ രൂപത്തിലോ അള്ളാഹുവിനെ ചിത്രീകരിച്ച് കാട്ടുന്നതിൽ നിന്ന് വിശ്വാസികളെ ഖുറാൻ വിലക്കി. വിഗ്രഹങ്ങളും വിഗ്രഹാരാധനയും മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്. ചിത്രങ്ങളും പ്രതിമകളും ദൈവദൂഷണവും. പള്ളി വിശുദ്ധമായ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അമൂർത്തരേഖകളും ദൈവത്തിൻ്റെ 99 പര്യായങ്ങൾ ആവർത്തിച്ച് ചിത്രീകരിച്ചതും മാത്രമാണ് അവിടെ അനുവദിക്കപ്പെട്ട അലങ്കാരങ്ങൾ. ഹിന്ദുമതത്തിൻ്റെ സ്വാഭാവികമായ വിശ്വാസപ്രകടന രൂപം വിഗ്രഹാരാധനയാണ്. ഒരു ഹിന്ദു ക്ഷേത്രം ഒരു മുസ്ലിം പള്ളിയിൽ നിന്നും നേരെ വിപരീതമാണ്. തലയിൽ നിന്നും പാമ്പുകൾ ചുറ്റിയിറങ്ങുന്ന ദേവിമാർ, 6 കൈയും ഭീകരമായ നാവുമുള്ള ദേവന്മാർ, മേഘങ്ങളോട് സംസാരിച്ചു നിൽക്കുന്ന ചിറകുള്ള ആനകൾ, നർമ്മബോധമുള്ള കൊച്ചു കുരങ്ങന്മാർ, നർത്തനം ചെയ്യുന്ന കന്യകന്മാർ, നിലത്ത് പൊട്ടിമുളച്ച ലിംഗപ്രതീകങ്ങൾ എന്നിവയെല്ലാം ചേർന്ന ഒരുതരം ആധ്യാത്മിക പാണ്ഡികശാലയാണത്. മുസ്ലിങ്ങൾ കൂട്ടമായിട്ടാണ് ആരാധിക്കുക. മെക്കയുടെ നേരെ തിരിഞ്ഞ് കൂട്ടായി ഖുറാനിലെ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് പള്ളിയുടെ നിലത്ത് അവർ ഒന്നിച്ച് നമസ്കരിക്കുന്നു. ഹിന്ദു പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്കാണ്. 30-35 ലക്ഷം ദേവകളുടെ അമ്പരപ്പിക്കുന്ന കൂട്ടത്തിൽ നിന്ന് താൻ തിരഞ്ഞെടുക്കുന്ന ദൈവവുമായി തൻ്റെ സ്വന്തം ചിന്തകളെ അവൻ ബന്ധിപ്പിക്കുന്നു.
ആ സങ്കീർണമായ കാട്ടിൽ നേർവഴി കണ്ടെത്താൻ ജീവകാലം മുഴുവൻ അതിൻ്റെ പഠനത്തിനൊഴിഞ്ഞുവെച്ച ഒരുപിടി മനുഷ്യർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കാതൽ കേന്ദ്രമൂർത്തി ത്രയമാണ്: സൃഷ്ടാവായ ബ്രഹ്മാവ്, നാശമൂർത്തിയായ ശിവൻ, സംരക്ഷകനായ വിഷ്ണു. ക്രിയാത്മകതയുടെയും നിഷേധത്തിൻ്റെയും നിഷ്പക്ഷതയുടെയും ഈ ശക്തികൾ അവരുടെ ആരാധകരിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ പൂർണ്ണമായ സമനില അഥവാ നിത്യമോക്ഷം ശാശ്വതമായി തേടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പിന്നിലായി ഓരോ കാലത്തിനും ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ വിളവിനും ഓരോ രോഗത്തിനും ഉള്ള ദേവന്മാരും ദേവിമാരുമുണ്ട്. വസൂരിയുടെ ദേവിയായ മാരിയമ്മയെ എല്ലാ കൊല്ലവും ജൂതന്മാരുടെ പസോവറിനോട് വളരെയേറെ സാമ്യമുള്ള പ്രത്യേക ചടങ്ങുകളിലൂടെ ഹിന്ദുക്കൾ പൂജിക്കുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പര ധാരണയ്ക്കുള്ള ഏറ്റവും വലിയ തടസ്സം ആധ്യാത്മികമായിരുന്നില്ല, സാമൂഹികമായിരുന്നു. ഹിന്ദു സമൂഹത്തെ ചിട്ടപ്പെടുത്തിയത് ജാതി വ്യവസ്ഥയാണ്. വേദപ്രമാണപ്രകാരം ജാതിയുടെ ഉത്ഭവം സൃഷ്ടാവായ ബ്രഹ്മാവിൽ നിന്നാണ്. ഏറ്റവും ഉയർന്ന ജാതിയായ ബ്രാഹ്മണർ അദ്ദേഹത്തിൻ്റെ വക്തൃത്വത്തിൽ നിന്നും, യോദ്ധാക്കളും ഭരണാധികാരികളുമായ ക്ഷത്രിയന്മാർ അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിൽ നിന്നും, കച്ചവടക്കാരായ വൈശ്യർ അദ്ദേഹത്തിൻ്റെ തുടയിൽ നിന്നും, ശില്പികളും കൈവേലക്കാരുമായ ശൂദ്രർ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നിന്നും ഉണ്ടായി. അവർക്ക് താഴെയായിരുന്നു ദൈവിക മണ്ണിൽ നിന്നും ജന്മം കൊള്ളാതിരുന്ന പുറന്തള്ളപ്പെട്ട അയിത്തജാതിക്കാർ. ജാതി വ്യവസ്ഥയുടെ ഉറവിടം യഥാർത്ഥത്തിൽ വേദങ്ങളിൽ പറയുന്നതുപോലെ അത്ര ദൈവികമൊന്നുമല്ലെന്നത് ശ്രദ്ധേയമാണ്. ഹിന്ദുമതത്തിൻ്റെ ആര്യന്മാരായ സ്ഥാപകന്മാർ ഇന്ത്യയിലെ ദ്രാവിഡന്മാരായ കറുത്ത ജനവിഭാഗങ്ങളെ എന്നെന്നും അടിമകളാക്കി നിർത്തുന്നതിന് ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നു അത്. ജാതി എന്നതിനു പകരം ഉപയോഗിച്ചിരുന്ന പദം വർണ്ണമെന്നായിരുന്നു. നിറം എന്നാണ് ആ വാക്കിനർത്ഥം. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്ത്യയിലെ അയിത്തവർഗക്കാരുടെ കറുത്ത ശരീരങ്ങൾ ജാതി വ്യവസ്ഥയുടെ യഥാർത്ഥ ഉറവിടത്തിനുള്ള വ്യക്തമായ തെളിവായി നിൽക്കുന്നു. ആദ്യത്തെ 5 വിഭാഗങ്ങൾ അർബുദ രോഗാണുക്കൾ പോലെ ഏറെക്കുറെ 5000 ഉപജാതികളായി പെരുകി ബ്രാഹ്മണർക്കു മാത്രം 1886 ഉപജാതികളുണ്ടായിരുന്നു. ഓരോ തൊഴിലിനും അതിൻ്റേതായ ജാതിയുണ്ട്. ഒരു മനുഷ്യനെ തൊഴിലിൻ്റെയും ജീവിതത്തിൻ്റെയും വിവാഹത്തിൻ്റെയും മരണത്തിൻ്റെയും കാര്യത്തിൽ ജനിച്ച വംശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക കല്ലറകളിൽ അടച്ചിടുന്ന 10,000 വിഭാഗങ്ങളായി സമൂഹത്തെ ഇത് വേർതിരിച്ചു. ഉരുക്കുപുടം വയ്ക്കുന്ന ഒരാൾ ആലയിൽ ഉരുക്കുപണി ചെയ്യുന്നവരിൽ നിന്നും ജാതി കൊണ്ട് ഭിന്നനാണെന്ന് വരുമാറ് അത്ര കൃത്യമായിരുന്നു അവയുടെ നിർവചനങ്ങൾ. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ഹിന്ദുക്കളുടെ രണ്ടാമത്തെ അടിസ്ഥാന സങ്കല്പവും, പുനർജന്മം. തൻ്റെ ശരീരം ആത്മാവിൻ്റെ താൽക്കാലികമായ ഉടുപ്പ് മാത്രമാണെന്ന് ഹിന്ദു വിശ്വസിച്ചു. ഓരോ ജീവിതവും നിത്യതയിലൂടെയുള്ള ആത്മാവിൻ്റെ പ്രയാണത്തിലെ വിവിധ ഘട്ടങ്ങളെ കുറിക്കുന്ന ജന്മങ്ങൾ മാത്രമാണ്. ബ്രഹ്മാവുമായുള്ള ഏതോ അവ്യക്ത ബന്ധത്തിൽ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്ന ശൃംഖല. ഓരോ നശ്വര ജീവിതത്തിലും ആർജിക്കുന്ന നന്മതിന്മകളുടെ ആകത്തുകയായ കർമ്മം ആത്മാവ് പേറേണ്ട ഭാരമത്രേ. അടുത്ത ജന്മത്തിൽ ജാതികളുടെ സമൂഹത്തിൽ ആത്മാവിൻ്റെ സ്ഥാനം ഉയർന്നു വരുമോ താണുപോകുമോ എന്ന് നിശ്ചയിക്കുന്നത് കർമ്മമാണ്. ഇന്ത്യയുടെ സാമൂഹ്യ അസമത്വങ്ങളെ ദൈവികത്വത്തിൻ്റെ മുദ്രകുത്തി ശാശ്വതീകരിക്കാനുള്ള മികച്ച തന്ത്രമായി ജാതി പ്രയോജനപ്പെട്ടു. കർഷകരോട് തങ്ങളുടെ ജീവിതയാതനകൾ മറന്ന് പരലോകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ക്രൈസ്തവ സഭ മധ്യശതകങ്ങളിൽ ഉപദേശിച്ചതുപോലെ ഹിന്ദുമതവും ഇന്ത്യയിലെ പാവപ്പെട്ടവരെ നൂറ്റാണ്ടുകളായി ഉപദേശിച്ചു പോന്നത് തങ്ങളുടെ വിധിക്ക് വിനയപൂർവ്വം കീഴ്വഴങ്ങാനും അടുത്ത ജന്മത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ഭാഗധേയത്തിനുള്ള ഏറ്റവും നല്ല ഉറപ്പായി അതിനെ കണക്കാക്കാനുമാണ്. വിശ്വാസികളുടെ ഒരുതരം സാഹോദര്യ സഖ്യമാണ് ഇസ്ലാം എന്ന് കരുതിപ്പോന്ന മുസ്ലിങ്ങൾ ഈ വ്യവസ്ഥയെ അപ്പാടെ ശാപമായി കണക്കാക്കി. ഉദാരവും ആരെയും സ്വാഗതം ചെയ്യുന്നതുമായ വിശ്വാസമെന്ന നിലയ്ക്ക് ഇസ്ലാമിൻ്റെ സഹോദര നിർവിശേഷമായ ആലിംഗനം ഇന്ത്യയിൽ മുഗൾ രാജാക്കന്മാർ നിർമ്മിച്ച പള്ളികളിലേക്ക് മതം മാറ്റത്തിനായി ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചു. അവരിൽ ബഹുഭൂരിപക്ഷവും അനിവാര്യമായും അയിത്തജാതിക്കാരായിരുന്നു.
തങ്ങളുടെ മതം ഏതോ വിദൂരമായ ജന്മത്തിൽ മാത്രം വാഗ്ദാനം ചെയ്യുന്ന അംഗീകാരം ഇസ്ലാമിൻ്റെ സഹോദരത്വത്തിൽ തേടിക്കൊണ്ടാണ് അവർ ചെന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മുഗൾ സാമ്രാജ്യം തകർന്നതോടുകൂടി ഇന്ത്യയിലുടനീളം ഹിന്ദുക്കളുടെ സമരോത്സുകമായ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. അത് ഹിന്ദു മുസ്ലിം കലാപത്തിൻ്റെ അലകൾ ഉയർത്തി. പരസ്പരം പോരാടുന്ന ഈ ഉപഭൂഖണ്ഡത്തിൽ കീഴടക്കലിൻ്റേതായ സാന്നിധ്യം കൊണ്ട് ബ്രിട്ടൻ സ്വന്തം മേൽക്കോയ്മ അടിച്ചേൽപ്പിച്ചിരുന്നുവെങ്കിലും ഇരു സമുദായക്കാർക്കും അന്യോന്യമുണ്ടായിരുന്ന അവിശ്വാസവും സംശയവും നിലനിന്നു. മുസ്ലിം ജനവിഭാഗത്തിൽ വലിയൊരു ഭാഗം തങ്ങളുടെ യാതനയിൽ നിന്നുള്ള മോചനം തേടി ഹിന്ദുമതം വിട്ട് ഓടിപ്പോയ തീണ്ടൽ ജാതിക്കാരുടെ അനന്തരാവകാശികളാണെന്ന കാര്യം ഹിന്ദുക്കൾ മറന്നില്ല. സവർണ ഹിന്ദുക്കൾ ഒരു മുസ്ലിമിൻ്റെ സാന്നിധ്യത്തിൽ ഭക്ഷണം തൊടുക പോലുമില്ല. ഒരു ഹിന്ദുവിൻ്റെ അടുക്കളയിൽ ഒരു മുസ്ലിം പ്രവേശിച്ചാൽ അവിടം അശുദ്ധമാകും. ഒരു മുസ്ലിമിൻ്റെ കരസ്പർശം മാത്രം മതി ഒരു ബ്രാഹ്മണന് കരഞ്ഞുകൊണ്ടോടി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സ്നാനക്രിയകളിലൂടെ സ്വയം ശുദ്ധീകരിക്കാൻ. ഇന്ത്യയുടെ വടക്കൻ തട്ടിലുള്ള ബീഹാർ, ഐക്യ സംസ്ഥാനങ്ങൾ, പഞ്ചാബ് എന്നിവിടങ്ങളിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളുടെ ജീവിതത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പങ്കാളികളായിരുന്നതുപോലെ തന്നെ നവഖാലിയിൽ ഗാന്ധിയുടെ സന്ദർശനം കാത്തു നിൽക്കുന്ന ഗ്രാമങ്ങളിലും അവർ പങ്കാളികളായിരുന്നു. പക്ഷേ ഭൂമിശാസ്ത്രപരമായി വ്യക്തമായി വേർതിരിഞ്ഞു നിൽക്കുന്ന മേഖലകളിലാണ് അവർ താമസിച്ചത്. മധ്യമാർഗം എന്ന് സാധാരണ വിളിക്കപ്പെട്ട ഒരു നിരത്തോ വഴിയോ ആയിരിക്കും അതിർത്തി. ആ വഴിയുടെ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളാരും പാർക്കുകയില്ല, മറുഭാഗത്ത് ഹിന്ദുക്കളും. രണ്ട് സമുദായക്കാരും സാമൂഹികമായി ഇടപഴകിയിരുന്നു. പരസ്പരം സദ്യകളിൽ അവർ പങ്കെടുത്തു. തങ്ങളുടെ മോശമായ പണിയായുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ അവർ പങ്കുചേർന്നു. പക്ഷേ അവരുടെ പരസ്പരമുള്ള ഇടപഴകൽ അവിടം കൊണ്ട് അവസാനിച്ചു. മിശ്രവിവാഹം മിക്കവാറും അജ്ഞാതമായിരുന്നു. പ്രത്യേക കിണറുകളിൽ നിന്നാണ് ഇരു സമുദായക്കാരും വെള്ളമെടുത്തത്. തൻ്റേതിൽ നിന്നും ഏതാനും വാര മാത്രം ദൂരമുള്ള മുസ്ലിമിൻ്റെ കിണറ്റിൽ നിന്നെടുത്ത വെള്ളം കുടിക്കേണ്ടി വന്നാൽ ഹിന്ദു ശ്വാസം മുട്ടി മരിച്ചു പോകും. പഞ്ചാബിൽ ഹിന്ദു കുട്ടികൾക്ക് കിട്ടുന്ന മുറിവിജ്ഞാനം ഗ്രാമത്തിലെ പണ്ഡിറ്റ്മാർ നൽകിയിരുന്നതാണ്. മണ്ണിൽ ഗോതമ്പ് തണ്ടുകൊണ്ട് ഏതാനും വാക്കുകൾ എഴുതാൻ അദ്ദേഹം അവരെ പഠിപ്പിക്കും. അതേ ഗ്രാമത്തിലെ മുസ്ലിം കുട്ടികളാകട്ടെ ഒരു വ്യത്യസ്ത ഭാഷയായ ഉറുദുവിൽ ഖുറാൻ ചൊല്ലാൻ പള്ളിയിലെ ഷെയ്ഖിൽ നിന്നും പഠിച്ചുകൊണ്ട് പരിമിതമായ വിദ്യാഭ്യാസം ആർജിക്കും. ഒരേതരം രോഗങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് അവർ ഉപയോഗിച്ച ഗോമൂത്രവും പച്ചമരുന്നും അടങ്ങിയ പ്രാകൃത ഔഷധങ്ങൾ പോലും വ്യത്യസ്ത ചികിത്സാ രീതികളെ ആധാരമാക്കിയുള്ളവയായിരുന്നു. ഈ സാമൂഹികവും മതപരവുമായ ഭിന്നതകളോട് കൂടുതൽ അകൽച്ചയുണ്ടാക്കുന്നതും കൂടുതൽ ആഴമുള്ളതുമായ മറ്റൊന്നുകൂടി ചേർന്നു: സാമ്പത്തിക ഭിന്നത. ബ്രിട്ടീഷ് വിദ്യാഭ്യാസവും പാശ്ചാത്യ ചിന്തയും ഇന്ത്യക്ക് മുമ്പിൽ സമർപ്പിച്ച അവസരങ്ങൾ മുസ്ലിങ്ങളെക്കാൾ എത്രയോ വേഗം ഹിന്ദുക്കൾ കൈയടക്കി. ഇതിൻ്റെ ഫലം സാമൂഹ്യമായി ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ കഴിഞ്ഞത് മുസ്ലിങ്ങളുമായാണെങ്കിലും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യയുടെ ഭരണം നടത്തിയത് ഹിന്ദുക്കളായിരുന്നു എന്നതാണ്. ഇന്ത്യയിൽ വാണിജ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും പണമിടപാടുകാരും ഭരണകർത്താക്കളും പ്രത്യേക തൊഴിലുകൾ കൈകാര്യം ചെയ്യുന്നവരും എല്ലാം അവരായിരുന്നു. പൗരാണിക പേർഷ്യയിലെ അഗ്നിപൂജക്കാരായ സൊറാഷ്ട്രിയന്മാരുടെ പിൻഗാമികളായ പാഴ്സികളോടൊപ്പം ഇൻഷുറൻസ്, ബാങ്കിംഗ്, വൻകിട വാണിജ്യം എന്നിവയുടെയും ഇന്ത്യയിലുള്ള ചുരുക്കം വ്യവസായങ്ങളുടെയും കുത്തക ഹിന്ദുക്കൾ നേടി. പട്ടണങ്ങളിലും ചെറുനഗരങ്ങളിലും ഹിന്ദുക്കളായിരുന്നു വാണിജ്യരംഗത്തെ സ്വാധീനമുള്ള സമുദായം. സർവ്വവ്യാപിയായ ഹുണ്ടികക്കാരൻ്റെ ജോലി മിക്കവാറും എല്ലായിടത്തും നിർവഹിച്ചിരുന്നത് ഹിന്ദുക്കളാണ്. ആ ജോലിയിൽ അവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നു എന്നത് ഭാഗികമായി ഇതിന് കാരണമായിരുന്നു. അതേസമയം അധികപ്പലിശ വാങ്ങുന്നതിൽ നിന്ന് ഖുറാൻ മുസ്ലിങ്ങളെ തടഞ്ഞിരുന്നു എന്നതും മറ്റൊരു കാരണമായി. മുസ്ലിങ്ങളായ മേലേക്കിടവർഗം, ഇവരിൽ പലരും മുഗൾ ആക്രമണകാരികളുടെ അനന്തരാവകാശികളായിരുന്നു. ജന്മികളും ഭടന്മാരുമായി ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. സാമാന്യ മുസ്ലിം ജനവിഭാഗങ്ങളാകട്ടെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആഴത്തിൽ പതിഞ്ഞ രീതികൾ കാരണം ശൈവ വിശ്വാസികളായിരുന്ന തങ്ങളുടെ പൂർവികന്മാർക്ക് ജാതി വിധിച്ചിരുന്ന ജീവിതവൃത്തിയിൽ നിന്ന് മുഹമ്മദീയ മതവിശ്വാസത്തിലെത്തിയിട്ടും
അപൂർവമായേ രക്ഷപ്പെട്ടുള്ളൂ. അവർ പൊതുവെ നാട്ടിൻപുറങ്ങളിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സേവിച്ച ഭൂരഹിതരായ കർഷകരായിരുന്നു. പട്ടണങ്ങളിലാകട്ടെ ഹിന്ദു തൊഴിലുടമകളെ സേവിക്കുന്ന തൊഴിലാളികളും കൈവേലക്കാരുമായി അവർ ജീവിച്ചു. ഈ സാമ്പത്തിക മത്സരം ഇരു സമുദായങ്ങളും തമ്മിലുള്ള സാമൂഹികവും മതപരവുമായ വിടവുകൾ അതിവേഗം വർദ്ധിപ്പിച്ചു. ശ്രീരാംപൂരിലെ സമാധാനം തകർത്ത വർഗീയ കശാപ്പ് ഒരു സാധാരണ സംഭവമാവാൻ അത് ഇടയാക്കി. ലഹള തുടങ്ങാൻ ഓരോ സമുദായത്തിനും അതിൻ്റെ മനസ്സിനിണങ്ങിയ പ്രകോപനങ്ങളുണ്ടായിരുന്നു. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം സംഗീതം ഒരു പ്രകോപനമായി. മുസ്ലിം പള്ളിയിലെ വ്രതനിഷ്ഠമായ ആരാധനയ്ക്ക് സംഗീതം അനുവദനീയമായിരുന്നില്ല. വിശ്വാസികളുടെ പ്രാർത്ഥനാ സ്വരത്തോടൊപ്പം സംഗീതത്തിൻ്റെ അലകളും ചേരുന്നത് ദൈവനിന്ദയായി കണക്കാക്കപ്പെട്ടു. വെള്ളിയാഴ്ച പള്ളിയിൽ പ്രാർത്ഥന നടക്കുമ്പോൾ പുറത്ത് ഒരു ബാൻഡ് വാദ്യം സംഘടിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമായ മാർഗം തങ്ങളുടെ മുസ്ലിം അയൽക്കാരെ രോഷാകുലരാക്കാൻ ഹിന്ദുക്കൾ കണ്ടെത്തിയിരുന്നില്ല. മുസ്ലിങ്ങളാകട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രകോപനം ഒരു മൃഗവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇന്ത്യയുടെ ഓരോ ഗ്രാമത്തിലും പട്ടണത്തിലും വൻ നഗരത്തിലും തെരുവുതോറും അലഞ്ഞു നടന്ന നരച്ച എല്ലിൻകൂട് പോലെയുള്ള ആ മൃഗം ഏറ്റവും അമ്പരപ്പിക്കുമാറ് ഹിന്ദുമതത്തിൻ്റെ ആരാധനാപാത്രമായിരുന്നു. പരിശുദ്ധ പശു. പശുവിനോടുള്ള ഈ ബഹുമാനം ബൈബിൾ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അന്ന് ഈ ഉപഭൂഖണ്ഡത്തിലേക്ക് കുടിയേറ്റക്കാരായി വന്ന ഇന്തോ യൂറോപ്യൻ ഇടയ ജനവിഭാഗങ്ങളുടെ ഭാഗധേയങ്ങൾ തങ്ങളുടെ കന്നുകാലിക്കൂട്ടങ്ങളുടെ ചൈതന്യത്തെ ആശ്രയിച്ചാണ് നിലനിന്നത്. പൗരാണിക ജൂഡായിലെ റാബിമാർ മാംസപേശികളെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനു വേണ്ടി ജനങ്ങൾ പന്നിമാംസം തിന്നുന്നതിനെ നിരോധിച്ചിരുന്നതുപോലെ പൗരാണിക ഇന്ത്യയിലെ സന്യാസിമാർ തങ്ങളുടെ ജനജീവിതത്തിനാധാരമായ പശുക്കൾ ക്ഷാമകാലത്ത് കശാപ്പ് ചെയ്യപ്പെടാതിരിക്കുന്നതിനു വേണ്ടി പശു ഒരു വിശുദ്ധ മൃഗമാണെന്ന് പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഫലമായി 1947 ഇന്ത്യയിലെ പശുക്കൂട്ടം ലോകത്തിൽ വച്ച് ഏറ്റവും വലുതായിരുന്നു. 2 ഇന്ത്യക്കാരന് ഒരു പശു എന്ന തോതിൽ 20 കോടി മൃഗങ്ങൾ അമേരിക്കയിലെ ജനസംഖ്യയേക്കാൾ വലുതായിരുന്നു ഈ മൃഗസംഖ്യ. പ്രതിദിനം ഒരു പശു കഷ്ടിച്ച് 1 പൈൻറ്റ് പാൽ മാത്രമേ ശരാശരി നൽകിയിരുന്നുള്ളൂ. അതിനാൽ 4 കോടി പശുക്കൾ വളരെ കുറച്ച് പാലാണ് ഉൽപ്പാദിപ്പിച്ചത്. 4-5 കോടി മൃഗങ്ങൾ ഭാരം ചുമക്കുന്നവരായി ഉണ്ടായിരുന്നു. അവ വണ്ടികൾ വലിക്കുകയും നുകം പേറുകയും ചെയ്തു. ശേഷിച്ച 10 കോടി കന്നുകാലികൾ യാതൊരു പ്രയോജനവുമില്ലാത്ത മച്ചികളായി ഇന്ത്യയിലെ വയലുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അലഞ്ഞു നടന്നു. പട്ടിണിയുടെ വക്കത്ത് ജീവിക്കുന്ന 1 കോടി ഇന്ത്യക്കാർക്ക് വേണ്ടത്ര ഭക്ഷണം ഇവയുടെ വിശ്രമമില്ലാത്ത മോണകൾ നിത്യേന ചവച്ചരച്ചു തീർത്തു. നിലനിൽപ്പിനു വേണ്ടിയുള്ള വെമ്പൽ മാത്രം മതിയേകേണ്ടതായിരുന്നു ഈ പ്രയോജനമില്ലാത്ത മൃഗങ്ങളുടെ നാശത്തിനുള്ള വിധി എഴുതാൻ. പക്ഷേ അന്ധവിശ്വാസം അത്രമേൽ രൂഢമൂലമായി തീർന്നിരുന്നതുകൊണ്ട് ഗോവധം നിഷിദ്ധമായി തന്നെ തുടർന്നു. പശുക്കൾക്ക് നിരർത്ഥകമായ ജീവിതം തുടരാൻ സാധ്യമാക്കുന്നതിനു വേണ്ടി ഇന്ത്യക്കാർ ആജീവനാന്തം പട്ടിണി കിടന്നു. പശുവിനെ രക്ഷിക്കുന്നതിലൂടെ മനുഷ്യൻ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തെയാണെന്ന് ഗാന്ധി പോലും വാദിച്ചു. ഒരു മിണ്ടാപ്രാണിയെ ആരാധിക്കാൻ മാത്രം മനുഷ്യൻ അധപ്പതിക്കുന്നു എന്ന ചിന്ത പോലും മുസ്ലിങ്ങളിൽ വെറുപ്പുളവാക്കി. കശാപ്പ് ശാലകളിലേക്ക് കൊണ്ടുപോകുന്ന വഴി അമറുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന പശുക്കൂട്ടത്തെ ഹിന്ദുക്ഷേത്രത്തിൻ്റെ നടക്കലൂടെ തെളിച്ചു കൊണ്ടുപോകുന്നതിൽ മുസ്ലിങ്ങൾ ഒരുതരം തലതിരിഞ്ഞ ആഹ്ലാദം കണ്ടെത്തി. ഇത്തരം ഓരോ നടപടിയുടെയും ഫലമായുണ്ടായ ലഹളകളിൽ നൂറ്റാണ്ടുകളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യർ മരണത്തിലേക്ക് ആ മൃഗങ്ങളെ അനുഗമിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഈ 2 സമുദായങ്ങളും തമ്മിൽ ലോലമായ സമതുലിതാവസ്ഥ നിലനിർത്താനും അതേ സമയത്തു തന്നെ തങ്ങളുടെ ഭരണഭാരം ലഘൂകരിക്കുന്നതിനുള്ള ഉപകരണമായി അവരുടെ പരസ്പര വിദ്വേഷത്തെ ഉപയോഗിക്കാനും കഴിഞ്ഞിരുന്നു. തുടക്കത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭം ഉയർന്ന ബുദ്ധിജീവി മണ്ഡലത്തിൽ ഒതുങ്ങി നിന്നു. അതിൽപ്പെട്ട ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോളുരുമ്മി ഒരു പൊതു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കവേ സാമുദായിക ഭിന്നതകളെ അവഗണിച്ചു. വിരോധാഭാസമെന്ന് പറയട്ടെ, ആ ഒത്തൊരുമയ്ക്ക് ശൈഥില്യം വരുത്തിയത്
ഗാന്ധിയാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവുമധികം ആധ്യാത്മികതയുള്ള ഒരു മേഖലയിൽ സ്വാതന്ത്ര്യസമരത്തിനു മതപരമായ കുരിശുയുദ്ധത്തിൻ്റെ രൂപം കൈവരിക എന്നത് അനിവാര്യമായിരുന്നു. ഗാന്ധി അതിനെ അങ്ങനെ ആക്കിത്തീർക്കുകയും ചെയ്തു. ഗാന്ധിയേക്കാൾ കൂടുതൽ സഹിഷ്ണുതയുള്ള അദ്ദേഹത്തെപ്പോലെ മതപരമായ പക്ഷപാതങ്ങളുടെ നേരിയ കറ പോലും തീണ്ടാത്ത ഒരു വ്യക്തി ഒരിക്കലും ഉണ്ടായിട്ടില്ല. തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മുസ്ലിങ്ങളെ പങ്കാളികളാക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം ഒരു ഹിന്ദുവായിരുന്നു. ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സത്ത തന്നെ. അനിവാര്യമായും മനഃപൂർവ്വമല്ലാതെയും ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തിന് ഒരു ഹിന്ദു സ്വരവും നിറവും വന്നു തുടങ്ങി. ഇത് മുസ്ലിങ്ങളുടെ സംശയമുണർത്തി. ബ്രിട്ടീഷ് ഭരണം അനുവദിച്ച തുച്ഛമായ തെരഞ്ഞെടുപ്പ് ആനുകൂല്യങ്ങൾ തങ്ങളുടെ മുസ്ലിം എതിരാളികളുമായി പങ്കുവയ്ക്കാൻ ഇടുങ്ങിയ മനസ്ഥിതിക്കാരായ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി വിസമ്മതിച്ചത് ഈ സംശയങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു. മുസ്ലിങ്ങളുടെ മനസ്സിൽ സംശയത്തിൻ്റെ ഭൂതം വളർന്നു. സ്വതന്ത്രമായ ഒരു ഇന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷ വാഴ്ചയിൽ തങ്ങൾ മുങ്ങിപ്പോവുകയേയുള്ളൂ. തങ്ങളുടെ മുഗള പൂർവികന്മാർ ഒരിക്കൽ അടക്കിവാണ നാട്ടിൽ ബലഹീനമായ ഒരു ന്യൂനപക്ഷമായി തങ്ങൾ തരം താഴ്ത്തപ്പെടും. ഒരു കാഴ്ചപ്പാട് ആ വിധിയിൽ നിന്നുള്ള രക്ഷാമാർഗം കാട്ടുന്നതായി അവർക്ക് തോന്നി. ഉപഭൂഖണ്ഡത്തിൽ ഒരു പ്രത്യേക ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കുക, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വന്തമായ ഒരു രാജ്യം സ്ഥാപിക്കണമെന്ന ആശയം കേബ്രിഡ്ജിൽ 3-ാം നമ്പർ ഹംബർസ്റ്റൺ റോഡിലെ ഒരു സാധാരണ നാടൻ വസതിയിൽ വെച്ചാണ് ടൈപ്പ് ചെയ്താൽ 4.5 പേജ് വരുന്ന കടലാസിൽ ഔപചാരികമായി ആദ്യം രൂപം കൊണ്ടത്. അതിൻ്റെ കർത്താവ് റഹ്മത്ത് അലി എന്ന 40-കാരനും ബിരുദധാരിയുമായ ഇന്ത്യൻ മുസ്ലിം വിദ്യാർത്ഥിയായിരുന്നു. തൻ്റെ നിർദ്ദേശമടങ്ങിയ കടലാസിൻ്റെ തലക്കൽ അദ്ദേഹം എഴുതിവെച്ച തീയതി 1933 ജനുവരി 28 എന്നാണ്. അലി എഴുതി, ഇന്ത്യ ഒരൊറ്റ രാഷ്ട്രമാണെന്ന ആശയം അപഹാസ്യമായ നുണയാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായുള്ള ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളായ പഞ്ചാബ്, കാശ്മീർ, സിന്ധ്, അതിർത്തി സംസ്ഥാനം ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകൾ ചേർത്ത് രൂപപ്പെടുത്തിയ ഒരു മുസ്ലിം രാഷ്ട്രത്തിനു വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തു. തൻ്റെ പുതിയ രാഷ്ട്രത്തിനുള്ള പേര് പോലും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അത് ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ രാഷ്ട്രനാമം. പാകിസ്ഥാൻ, പരിശുദ്ധരുടെ നാട്. അനുയോജ്യമല്ലെങ്കിലും രൂക്ഷമായ ഒരലങ്കാര പ്രയോഗത്തിൽ തൻ്റെ വാദം അദ്ദേഹം ഇങ്ങനെ ഉപസംഹരിച്ചു: ഹിന്ദു ദേശീയതയുടെ കുരിശിൽ നാം സ്വയം ചെന്ന് കഴിവേറുകയില്ല. മുസ്ലിം ദേശീയാവേശങ്ങളുടെ കേന്ദ്രബിന്ദുവായി തീർന്ന സംഘടനയായ മുസ്ലിം ലീഗ് അംഗീകരിച്ചതോടെ റഹ്മത്ത് അലിയുടെ നിർദ്ദേശങ്ങൾ പതുക്കെ ഇന്ത്യയിലെ മുസ്ലിം ജനസഞ്ചയത്തിൻ്റെ ഭാവനയിൽ സ്വാധീനം ചെലുത്തി തുടങ്ങി. തങ്ങളുടെ മുസ്ലിം ശത്രുക്കൾക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്തു കൊടുക്കുകയില്ലെന്ന ദൃഢവ്രതക്കാരായ കോൺഗ്രസിലെ പ്രമുഖ ഹിന്ദു നേതാക്കളുടെ മൂഢദേശ സ്നേഹത്തിലൂന്നിയ നിലപാട് അതിൻ്റെ വളർച്ചയ്ക്ക് വളമിട്ടുകൊടുത്തു. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള മത്സരം അക്രമമായി ഉരുണ്ടുകൂടാൻ കാരണമാക്കിയ സംഭവമുണ്ടായത് 1946 ആഗസ്റ്റ് 16 തീയതിയാണ്. ഗാന്ധി തൻ്റെ പ്രായശ്ചിത്ത തീർത്ഥാടനത്തിന് പുറപ്പെടുന്നതിന് 6 മാസം മുമ്പായിരുന്നു അത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ 2-ാം നഗരവും അക്രമത്തിനും പൈശാചികത്വത്തിനും എതിരേറ്റതെന്ന കുപ്രസിദ്ധി നേടിയ തലസ്ഥാനവുമായ കൽക്കട്ടയായിരുന്നു സംഭവസ്ഥലം. ഇരുട്ടറയുടെ കെട്ടുകഥ മൂലം കൽക്കട്ട തലമുറയായി ഇംഗ്ലീഷുകാരുടെ കണ്ണിൽ ഇന്ത്യൻ ക്രൂരതയുടെ പര്യായമായിരുന്നു. നരകമെന്നാൽ കൽക്കട്ടയിലെ ചേരി പ്രദേശത്ത് ഒരു തീണ്ടൽ ജാതിക്കാരനായി ജനിക്കലാണെന്ന് ഒരു കൽക്കട്ട നിവാസി ഒരിക്കൽ അഭിപ്രായപ്പെടുകയുണ്ടായി. ലോകത്തിൽ വെച്ച് ഏറ്റവുമധികം ജനനിബിഡമായ പ്രദേശങ്ങളായിരുന്നു ആ ചേരികൾ. എതിരറ്റ യാതനയുടെ ചെളിക്കുണ്ടുകളായിരുന്നു അവ. ക്രമമോ യുക്തിയോ ഇല്ലാത്ത വിധം ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാർക്കുന്ന അയൽപ്രദേശങ്ങൾ ഒന്നിനോടൊന്ന് കെട്ടുപിണഞ്ഞു കിടന്നു. ആഗസ്റ്റ് 16 തീയതി വെളുപ്പിന് മുസ്ലിം ജനക്കൂട്ടം മതമുദ്രാവാക്യങ്ങൾ വിളിച്ചലറിക്കൊണ്ടും ഗദകളും ഇരുമ്പ് ദണ്ടുകളും മൺവെട്ടികളും മനുഷ്യൻ്റെ തല തല്ലിത്തകർക്കാൻ ശക്തമായ മറ്റു പലവിധ ആയുധങ്ങളും ചുഴറ്റിക്കൊണ്ടും തങ്ങളുടെ ചേരികളിൽ നിന്നും ചാടിയിറങ്ങി വന്നു. ആഗസ്റ്റ് 16 പ്രത്യക്ഷ സമരദിനമായി പ്രഖ്യാപനം ചെയ്തുകൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ആഹ്വാനമനുസരിച്ചാണ് അവർ വന്നത്.
വേണ്ടി വന്നാൽ പ്രത്യക്ഷ നടപടി വഴിക്കും പാകിസ്ഥാൻ നേടിയെടുക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തയ്യാറാണെന്ന് തെളിയിക്കാനായിരുന്നു അത്. വഴിയിൽ കണ്ട ഏത് ഹിന്ദുവിനെയും അവർ ക്രൂരമായി മർദ്ദിച്ചവശനാക്കി. മൃതദേഹങ്ങൾ നഗരത്തിൻ്റെ തുറന്ന അഴുക്കുചാലുകളിലേക്ക് വലിച്ചെറിഞ്ഞു. ഭയാക്രാന്തരായ പോലീസുകാർ രംഗത്തുനിന്ന് തിരോധാനം ചെയ്തു. നഗരത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അതിവേഗം കറുത്ത പുക ഉയർന്ന തൂണുകൾ പോലെ മേലോട്ട് പൊങ്ങിത്തുടങ്ങി. ഹിന്ദു കച്ചവട കേന്ദ്രങ്ങളെല്ലാം അഗ്നിക്കിരയാവുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത മുസ്ലിങ്ങളെ തേടി ഹിന്ദു ജനക്കൂട്ടവും ഇറങ്ങി. കൽക്കട്ട അതിൻ്റെ ഹിംസാത്മകമായ ചരിത്രത്തിൽ ഒരിക്കലും അത്രമേൽ മൃഗീയമായ, അത്രമേൽ മനുഷ്യക്രൗര്യം വിങ്ങിയ 24 മണിക്കൂറുകൾ കണ്ടിട്ടില്ല. വെള്ളത്തിൽ മുങ്ങിയ മരത്തടികൾ പോലെ ഡസൻ കണക്കിന് ചീർത്ത ശവങ്ങൾ ഹൂഗ്ലി നദിയിലൂടെ കടലിലേക്ക് പൊങ്ങിയൊഴുകി. ഭീകരമാംവിധം അംഗഭംഗം വന്ന മൃതദേഹങ്ങൾ നഗരവീഥികളിൽ ചിതറിക്കിടന്നു. എങ്ങും ദുർബലരും നിസ്സഹായരുമാണ് ഏറ്റവുമധികം യാതന സഹിക്കേണ്ടി വന്നത്. ഒരു നാൽക്കവലിയിൽ ഒരു നിര മുസ്ലിം കൂലിക്കാർ തല്ലുകൊണ്ട് മരിച്ചു കിടന്നിരുന്നു. അവരുടെ റിക്ഷാത്തണ്ടുകൾക്ക് നടുവിൽ ഒരു ഹിന്ദു ജനക്കൂട്ടം കണ്ടെത്തിയതായിരുന്നു അവരെ. ആ കശാപ്പ് അവസാനിച്ചപ്പോഴേക്കും കൽക്കട്ട കഴുകന്മാരുടെ അധീനത്തിലുള്ള ഒരു നഗരമായി മാറി. നഗരത്തിലെ 6000 മൃതദേഹങ്ങളിൽ നിന്ന് ഉദരപൂർണം നടത്താൻ അപ്പപ്പോൾ താഴോട്ട് പറന്നിറങ്ങിക്കൊണ്ട് അവ വൃത്തികെട്ട നരയൻ സംഘങ്ങളായി ആകാശത്തിൽ ചുറ്റിക്കറങ്ങി. കൽക്കട്ടയിലെ വൻ കൂട്ടക്കൊല എന്നറിയപ്പെട്ട ഈ സംഭവം ഗാന്ധി ഇപ്പോൾ ചെന്നെത്തിയിട്ടുള്ള നവഖാലിയിലും ബീഹാറിലും ഉപഭൂഖണ്ഡത്തിൻ്റെ മറുഭാഗത്തുള്ള ബോംബെയിലും രക്തച്ചൊരിച്ചിലിന് വഴിതെളിച്ചു. ഈ കൊലപാതകങ്ങൾ ഇന്ത്യാ ചരിത്രത്തിൻ്റെ ഗതിയെ മാറ്റിക്കുറിച്ചു. കുറേ കൊല്ലങ്ങളായി മുസ്ലിങ്ങൾ ഉന്നയിച്ചു പോന്ന ഭീഷണിയും തങ്ങൾക്ക് സ്വന്തമായ രാഷ്ട്രം നിഷേധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ചോരപ്രളയമുണ്ടാവുമെന്ന മുന്നറിയിപ്പുകളും ഭീകര യാഥാർത്ഥ്യത്തിൻ്റെ രൂപം കൈക്കൊണ്ടു. വളരെ പെട്ടെന്ന് ഇന്ത്യയെ ഭീകരമായൊരു ഭൂതം അഭിമുഖീകരിച്ചു. ഗാന്ധിയെ മനം മടുപ്പിച്ച് നവഖാലിയിലേക്ക് കാട്ടുപ്രദേശത്തേക്ക് അയച്ച ആ ഭൂതം ആഭ്യന്തര യുദ്ധം. മറ്റൊരു മനുഷ്യന് 4 നൂറ്റാണ്ടുകാലമായി ഗാന്ധിയുടെ പ്രധാന മുസ്ലിം എതിരാളിയായിരുന്ന കഠിനഹൃദയനും അതിപ്രഗത്ഭനുമായ ഒരഭിഭാഷകന് ഈ സാധ്യത ഇന്ത്യയെ കീറിമുറിക്കാനുള്ള ആയുധമായി തീർന്നു. തൻ്റെ സ്വന്തം ആളുകൾ എഴുതിവെച്ചതല്ലാത്ത ചരിത്രം ഒരിക്കലും മുഹമ്മദ് അലി ജിന്നയ്ക്ക് നേട്ടങ്ങളുടെ പേരിൽ ഉന്നത സ്ഥാനം നൽകുകയില്ല. എങ്കിലും ഗാന്ധിയേക്കാളും മറ്റാരേക്കാളുമധികം അന്ന് ഇന്ത്യയുടെ ഭാവിയുടെ താക്കോൽ കയ്യിൽ വച്ചിരുന്നത് ജിന്നയാണ്. മറ്റൊരു മനുഷ്യൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തൻ്റെ ജനങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന ആ കർക്കശനും വിട്ടുവീഴ്ചയില്ലാത്തവനുമായ മുസ്ലിം രക്ഷകനെയാണ് ഇന്ത്യയിലെത്തുമ്പോൾ വിക്ടോറിയ രാജ്ഞിയുടെ കൊച്ചുമകന് നേരിടേണ്ടി വരിക. ബോംബെയ്ക്ക് പുറത്തുള്ള ഒരു കൂടാരത്തിൽ വെച്ച് 1946 ആഗസ്റ്റിൽ മുസ്ലിം ലീഗിലെ തൻ്റെ അനുയായികൾക്ക് വേണ്ടി പ്രത്യക്ഷ സമരത്തിൻ്റെ അർത്ഥം അദ്ദേഹം വിശകലനം ചെയ്തു. ജിന്ന പ്രഖ്യാപിച്ചു, കോൺഗ്രസിന് യുദ്ധമാണ് ആവശ്യമെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സംശയം കൂടാതെ അതിനെ സ്വാഗതം ചെയ്യും. വിളർത്ത ചുണ്ടുകൾ ഒരു കടുത്ത പുഞ്ചിരിയിൽ അമർത്തിക്കൊണ്ട് അടക്കി നിർത്തിയ വികാരവായ്പിനാൽ തിളങ്ങുന്ന കണ്ണുകളോടുകൂടി ജിന്ന അന്നേ ദിവസം കോൺഗ്രസിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും മുമ്പിലേക്ക് തൻ്റെ ഹസ്തകവചം ഊരിയെറിഞ്ഞു. ഞങ്ങൾ ഇന്ത്യയെ വിഭജിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ നശിപ്പിക്കും, അദ്ദേഹം ശപഥം ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും അതിൻ്റെ സത്യസന്ധമായ അറിവുകളും ലഭിക്കുവാൻ ഈ പരമ്പര മുടങ്ങാതെ കേൾക്കുക. നമ്മൾ കേട്ടതിനപ്പുറം സത്യങ്ങൾ മറഞ്ഞു നിൽക്കുന്നു. ഈ പരമ്പര ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.